തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത് എന്ന് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. ഹൃദയം എപ്പോഴും സ്നേഹത്തിൻ്റെ ഉറവിടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആളുകളെ നമ്മൾ വിലയിരുത്തുകയും അവരെക്കുറിച്ച് പറയുകയും ചെയ്യും, ഹൃദയശൂന്യരായ മനുഷ്യർ. എന്നാൽ അതിൻ്റെ അർത്ഥം സ്നേഹശൂന്യരായ മനുഷ്യരെന്നാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഇരിപ്പിടം, ഉറവിടം ഹൃദയമാണ്. ആ ഹൃദയം നൈർമല്യമുള്ളതാണെങ്കിൽ ആ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എല്ലാം എപ്പോഴും മറ്റുള്ളവർക്ക് മധുരതരമായി അനുഭവപ്പെടും. ഈശോ പറഞ്ഞു, ഹൃദയത്തിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്, നന്മ പുറപ്പെടുന്നത്, തിന്മ പുറപ്പെടുന്നതും. അപ്പോൾ നന്മ പുറപ്പെടുവിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കണം നമ്മൾ എന്ന് ഈ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ജൂൺ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ഈശോയുടെ തിരുഹൃദയം നന്മയുടെ പൂർണ്ണതയിൽ നമ്മൾ ദർശിക്കുന്നു. ആ ഹൃദയത്തെ ചിത്രീകരിക്കുന്നത് എപ്പോഴും പുറത്ത് ആയിരിക്കുന്ന ഹൃദയമായിട്ടാണ്. ആ ഹൃദയം മനുഷ്യർക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഹൃദയമാണ്. ആ ഹൃദയം ചിന്തിയ രക്തം മനുഷ്യകുലത്തിന് നന്മയായി അനുഗ്രഹമായി വർഷിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബങ്ങളും ആ സ്നേഹത്തിൻ്റെ ഒരു വാസസ്ഥലമായിട്ട് തീരുകയും അങ്ങനെ എല്ലാവർക്കും സ്നേഹം പകർന്നു നൽകുന്ന വ്യക്തികളായും കുടുംബങ്ങളായും മാറുകയും ചെയ്യണം. ആ ഒരു സന്ദേശമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ജൂൺ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പരിശീലിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈശോയുടെ തിരുഹൃദയം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നമുക്കറിയാം. അപ്രകാരം തന്നെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പങ്കുചേർന്നുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുവാൻ, ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുവാൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളെയും സ്നേഹിക്കുവാനും അങ്ങനെ വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കുവാനും നമുക്ക് ഇടയാകണം. അപ്പോഴാണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപരായിത്തീരുന്നത്. അങ്ങനെ അനുരൂപരായി തീരാൻ ഇടയാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. അതാണ് നമ്മുടെ ക്രൈസ്തവമായ വിളി. അതുതന്നെ വലിയൊരു ജീവിത സാക്ഷ്യമാണ്. അങ്ങനെ സാക്ഷ്യം നൽകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് നമ്മളെന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മെ പ്രത്യേകമാം വിധം അനുസ്മരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സ്നേഹശൂന്യരാകാതെ സ്നേഹം പങ്കുവെക്കുന്നവരും സ്നേഹം നൽകുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരുമായിട്ട് വർത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനായി ഈശോയുടെ തിരുഹൃദയം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം.